നന്ദൂനൊന്ന് വിളിച്ചു നോക്കിയാലോ? മിച്ചുൻ്റെ വീട്ടിലത്തെ പാടെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിൽ അതിൻ്റെ ശേഷം എനിക്ക് വിളിച്ചിട്ടില്ല. ഒന്ന് വിളിച്ച് നോക്കിയാലോ? അവളിന്ന് ഇങ്ങോട്ട് വന്നിക്കണാണോ? അവ്വ ഇവിടെ ഇരിക്കുകയാണ്. കുറേ നേരമായി ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വിളിക്കണം അവ്വ. ഇനി പണ്ടേ എനിക്ക് ചെവി വെക്കൂലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യത്തെ ഒന്ന് വിളിച്ചീന്നാ. എന്താ പാടാണ് അവൻ്റെ കുട്ടീൻ്റെത്, ഒരു സമാധാനമില്ല. മറ്റേത് രാവിലെ ആവും പിന്നെ അടുക്കളയിൽ വന്ന് സഹായിക്കലും ഒക്കെ പാടായിട്ടേ ഒരൊച്ചപ്പാടുണ്ടായിരുന്നു ഈ പെരൻ്റെ ഉള്ളിൽ. ഇതിപ്പോ ഇജൊരു ഫോണിട്ട് കുത്തിയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു തള്ള ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ള ചിന്ത തന്നെ എനിക്കില്ല. ഒന്ന് വിളിച്ചു നോക്കാൻ നിന്റെ കുട്ടിക്ക് എന്താണോ പാട്? എന്തു പാട്? ആദ്യത്തെ പാടെ അഫ്സലാളിയന്റെ കൂടെ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അതന്നെയാണ് ഇപ്പൊ ആദ്യന്റെ പാട്. വേറെന്ത് പാട്? എന്നോട് പറയാൻ വന്നേ ഇന്ന തല്ലാൻ ആളില്ലാഞ്ഞിട്ടാണ്. ഒരു കാര്യം ഈ പെൺകുട്ടിനോട് പറയാൻ പറ്റൂല. അപ്പൊ പെൺകുട്ടി എന്തെങ്കിലും ഒരു ഉടക്ക് വർത്താനം കൂടെ ഇങ്ങോട്ട് വരും. എല്ലാന്നും എനിക്ക് ഇന്റെ വേവലാദ്യം ബേജാറൊന്നും മനസ്സിലാവൂല. അങ്ങനെ മനസ്സിലാവണം എന്നുണ്ടെങ്കിലേ ഇൻ്റാളെ കല്യാണം കഴിഞ്ഞിട്ടേ ഇൻ്റാളെ പെൺകുട്ടിനെ അങ്ങോട്ട് കെട്ടിച്ചു വിടണം. അപ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ അടിക്കണ വേജാറെന്താ വേവലാതി എന്താന്നുള്ളതേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കൊരു തമാശ ഇക്കാരം. ഇമ്മ ഞാൻ കാര്യം പറഞ്ഞതല്ലേ. ഇമ്മ നിങ്ങളൊന്ന് മൂത്തമ്മാക്കൊന്ന് വിളിച്ചു നോക്കി, എന്നിട്ട് ചോദിച്ചു നോക്കി നമുക്ക് നാദിന്റെ വീട്ടിലേക്ക് വൈകിട്ട് പോകുക എന്നുള്ളത്. ഇന്ന് പോവുകയെ? ഇന്നൊന്നും പോവാൻ പറ്റൂല. അതൊക്കെ മോശമാണ് എൻ്റെ കുട്ടിയെ. മിഞ്ഞാന്ന് കല്യാണം കഴിഞ്ഞ് ഇത്താന്റെ പെരയ്ക്ക് ഇന്ന് നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് കയറി ചെല്ലാന്ന് പറയുമ്പോളേ അതൊക്കെ ഒരു മോശമാണ്. ഒന്നല്ലെങ്കിൽ ആദ്യന്റെ അമ്മായിമ്മയും നാത്തൂനും അമ്മോസനൊക്കെ എന്താ കരുതല് നമ്മളെ പറ്റിയിട്ടേ. എന്താ പേര് ഇങ്ങനെയെന്നൊക്കെ കരുതൂലേ. ഇന്നൊന്നും പോണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. എന്ത് കരുതാന്? പിന്നെ ഇക്കും തന്നെ നമ്മുടെ ആദ്യം ഇവിടെ ഇല്ലാഞ്ഞിട്ടേ ഒരു പൊറത്തേട്. ഞമ്മക്കൊന്ന് പോയി വെക്കമ്മ. ഒരു എന്തോ പോലെ അവളെ കാണാനിട്ട്. ഞാൻ എൻ്റെ കുട്ടിയെ പോവാന്ന് ഞാൻ പറഞ്ഞില്ലേ. 2-3 ദിവസം അങ്ങോട്ട് കഴിയട്ടെ. എനിക്ക് ഞോളെ കാണണമെന്നുണ്ടെങ്കിലേ ആ ഫോണിൽ വീഡിയോ കോൾ അങ്ങോട്ട് വിളിച്ച് വർത്താനം അങ്ങോട്ട് പറഞ്ഞോളൂ. അല്ല പിന്നെ നാളെ മുതൽ കോളേജിൽ പോവാൻ നോക്കിക്കൊണ്ടിട്ടാ. ഇങ്ങനെ മടി പിടിച്ച് ഇരിക്കാൻ നിൽക്കണ്ട. നന്ദൂരൊന്ന് വിളിച്ചു നോക്കോണ്ടി. നന്ദു അവിടുന്ന് പോന്നിക്കണോന്നൊക്കെ ഒന്ന് അറിയും ചെയ്യാലോ. നന്ദൂന്റെ കൂടെ കോളേജിൽ പോയിക്കാണ്ടി വെറുതെ ലീവ് എടുത്തിങ്ങാണ്ടേ കൊടുക്കണ ഫീസിന് ഫായ്ദ ഇല്ലാതാക്കണ്ട. പറഞ്ഞില്ലാന്ന് വേണ്ട. ആദ്യാണല്ലമ്മ, 100 ആയുസാണ് വിളിക്ക്. ഹലോ ആദ്യ, അന്നെ പറ്റിയിട്ടാണ് ഇപ്പൊ ഇമ്മി ഞാനും കൂടെ എന്ന് സംസാരിക്കണത്. 100 ആയുസാണ് മോളെ എനിക്ക്. ഓ അപ്പൊ രണ്ടും കൂടിയേ എന്റെ കുറ്റം പറയാണല്ലേ. നടക്കട്ടെ. ഡി വേറൊരു സംഭവം ഉണ്ടാവുക. അതെന്താ ആദി ഇത്ര വലിയ സംഭവം? എന്താ ആദി എന്റെ നാത്തൂനെ പോരെഴുതാൻ വന്ന എന്നോട്? അതൊന്നും അല്ലടി, നിന്റെ അളിയന്റെ പോക്ക് നീട്ടി. അവിടെ കമ്പനിയിൽ എന്തോ ഇഷ്യൂ കാരണം 1 മാസം കൂടി നീട്ടിക്കണ്. ആഹാ, ഗോളടിച്ചല്ല ആദി. എന്നിട്ട് അളിയൻ അവിടെ ഒന്ന് ഫോൺ കൊടുക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. ആള് ഇവിടെ ഇല്ലടി, ആളെ പുറത്തു പോയിക്കാണ്. വന്നിട്ടേ എനക്ക് വിളിക്കാൻ പറയാ. അവ എന്റെ ആവശ്യമോ ഇവിടെ ഇവിടെ നിക്കണ്ട്. നമ്മൾ രണ്ടാളും എന്താ സംസാരിക്കണെന്നുള്ളതേ നോക്കി നിക്കാണ്. ഞാൻ കൊടുക്ക ഫോണ്. ഇതമ്മ. ഹലോ മോളെ, സുഖല്ലമ്മാന്റെ കുട്ടിക്ക്? ചായ കുടിച്ചാ? സുഖാണമ്മ. ചായ കുടിച്ച് പണിയൊക്കെ കഴിഞ്ഞു. ഇത്ര നേരത്തെ പണി കഴിയും മോളെ? അപ്പൊ എത്ര മണിക്ക് എൻ്റെ ആള് എണീറ്റത്? ഇത്ര നേരത്തെ പണിയൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കും അവിടെ. ഇമ്മ ഞാൻ 6 മണിക്കാണ് എണീറ്റത്. പിന്നെ ഇവിടെ ഉമ്മ ഉണ്ടല്ലോ, ഇമ്മ എല്ലാ പണിക്കും സഹായിക്കും. അതാണ് നേരത്തെ പണി കഴിഞ്ഞത്. അതാണ് 9 മണിയാകുമ്പോഴത്തേനെ കുളിച്ചകത്ത് കയറുന്നത്. ഇവിടെ ആദ്യം ഉമ്മ അങ്ങനെ തന്നെയാണാല. പിന്നെ എന്നെ കൊണ്ട് ഒരു പണി എടുപ്പിക്കൂല ഉമ്മ. ഞാൻ പിന്നെ ഉമ്മാന്റെ കൂടെ കൂടിയിട്ട് അങ്ങനെ പണി എടുക്കണതാണ്. രാവിലെ 6 മണിക്ക് തന്നെ എണീറ്റിങ്ങാണ്ട് അടുക്കളയ്ക്ക് വരണേന് ഇമ്മനെ ചീത്ത പറയും. ഉമ്മനോട് പറയാണ് സുബിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചേരം കൂടി അവിടെ തന്നെ കിടന്നാ പോരെ, എന്തിനിപ്പ തന്നെ അങ്ങോട്ട് വരണേന്ന് ചോദിക്കും. അതാണ്. അല്ലെങ്കിലേ എൻ്റെ അമ്മായിയും ഒരു പാവാന്നുള്ളതേ അതിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, ഒരു സാധു ആണെന്നുള്ളത്. അല്ല എൻ്റെ നാത്തും കുട്ടി എന്താ പാട്? ശരിയാണ് ഉമ്മ പറഞ്ഞത്, പാവാണ്. നാത്തൂനൊക്കെ പാവാണുമ്മ. ആർക്കും ഇവിടെ ഒരു കുഴപ്പമില്ല. ഇമ്മ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. ഇന്നമ്മ ഞാൻ വെക്കട്ടെ. മൂത്താപ്പാനോടും മൂത്തമ്മയും വിളിച്ചോണ്ടി പറയുണ്ടി ഞാൻ വിളിച്ചിന്നുള്ളത്. ഇമ്മ പറഞ്ഞോണ്ട് പറ്റിയാച്ചാലേ ഉമ്മാന്റെ കുട്ടിയൊന്ന് അങ്ങോട്ട് വിളിച്ചാണ്ടി. ഇനി ഇൻ്റെ ആള് വിളിച്ചില്ല എന്നുള്ള പരാതി പറയണ്ടല്ലോ. മൂത്താപ്പാന്റെ ഫോണൊക്കെ ഒന്ന് വിളിച്ചാണ്ടി. എൻ്റെ ഫോണിലില്ല നമ്പർ. എന്നാ ശരി, വെച്ചാളാ. ഞാൻ വിളിക്കണ്ട ഉമ്മ. ഞാൻ ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ ഫോൺ വിളിക്കണ്ട വെച്ചിട്ടാണ്. ആയിക്കോട്ടെ, എന്നാ ശരി.
വെച്ച ഫോണ് ഇക്കൊരു കാര്യം പറയാണ്ടായിരുന്നു അവളോട്. പക്ഷെ അവൾ ഇഞ്ഞും വിളിക്കും. അപ്പൊ പറഞ്ഞാടി എനിക്ക് പറയാനുള്ളതൊക്കെ. എന്നത് കുടിച്ചാ ഞാൻ ഫോണും അങ്ങനെ ഇരുന്ന് കുത്തി കളിക്കാതെ വന്നുകാണ്ടേ അടുക്കളയിലൊന്നും നിന്നെ സഹായിക്ക്. വായോ. നല്ലോണം വിളിച്ചോക്കട്ടെ. വിളിക്കണോ? ഇച്ചിന്റെ വീട്ടിൽ വരെ ഒന്ന് പോയി നോക്കിയാലോ? ഉമ്മനോട് പറഞ്ഞ ചീത്ത പറയണോ? അഫ്സലാളിയനോട് പറഞ്ഞ ആളെയും കൊണ്ടുപോകുന്നെ. പക്ഷെ എല്ലാരും പറയണത് മറക്കാനാണ്. ഞാൻ എങ്ങനെ മറക്കാനാ? അക്കാണെങ്കിൽ പിന്നോടൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഞാൻ എന്താ അവരെ കാട്ടിയത്? അല്ലേ ഈ പെൺകുട്ടിക്ക് പണി കഴിഞ്ഞാൽ റൂമിൽ നിന്ന് തിരക്കാണ്. പെൺകുട്ടിക്ക് എന്താ പുറത്തേക്കൊന്നും ഇങ്ങോട്ട് ഇറങ്ങിക്കൂടെ? എന്താപ്പത്? പണി കഴിഞ്ഞ പാട് റൂമിൽ തന്നെ കുത്തിരക്കണം. കൂടിയും കഴിഞ്ഞിട്ട് അവിടെ പോയിരിക്കണം. അഫ്സലൊന്നും അവിടെ ഇല്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. എത്ര പാവപ്പെട്ട കരയിന് കൊടുന്നിട്ടും കാര്യമില്ല. അഹങ്കാരത്തിന് അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നാലെന്താ? കുഞ്ഞി പറഞ്ഞു നിന്നൂടെ? അല്ലെങ്കിൽ കുഞ്ഞോളോട് 2 വർത്താനം പറഞ്ഞൂടെ? അതല്ല, റൂമിൽ ഇങ്ങനെ കുത്തിരക്ക. നല്ല പഠിപ്പാണ്. എരേന്ന് പഠിപ്പിച്ച് പഠിപ്പാവും. അല്ലാതെ ഇപ്പൊ അവിടുന്ന് പഠിപ്പിക്കാനോ? വാതിലടച്ചിട്ടേക്കണല്ല. മണിയറിങ്ങനെ അടച്ചിട്ടിരിക്കാൻ മാത്രമുള്ള മുഞ്ചുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇമ്മ, നമ്മൾ അഫ്സലിന്റെ ഹൂറി അവിടെ അല്ല, ഇന്ന് രാവിലെ കണ്ടതാണ്. ആള് റൂമിൽ തന്നെ ഇരിപ്പാണ്. ഓ, പണിയൊക്കെ കഴിഞ്ഞാണ്ടേ അകത്ത് കണ്ട് കേറിപ്പോയതാണ്. പിന്നെ പുറത്തേക്ക് കണ്ടിട്ടില്ല. എൻ്റെ പുന്നാര നാത്തോന് കണ്ടില്ലേ ജി? റൂമിന്റെ വാതിലൊക്കെ അടച്ചിട്ടിരിക്കണ്. അല്ല, എന്ത് പറ്റി ചോദിച്ചത്? ഒന്നുമില്ല, ഞാനേ പുറത്തൊന്നും കാണാതായപ്പോഴേ ചോദിച്ചതാണ്. അഫ്സലൊക്കെ ഉണ്ടമ്മ റൂമില്? ഇല്ല, ഓൻ ഇല്ല അവിടെ. ഓൻ ട്രാവൽസിൽ പോയതാണ്. ടിക്കറ്റേ ക്യാൻസലാക്കാൻ വേണ്ടി പോയതാണ്. കുറേ നേരമായി പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് വരേക്കാരം. ആ, ഞാനെന്തായാലേ ആദ്യൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ. അഫ്സലിക്കേ ഇഷ്ടപ്പെട്ട് കൊടുന്ന പെണ്ണല്ലേ. അപ്പേ എൻ്റെ നാത്തൂന് ഞാനൊന്ന് പരിചയപ്പെടട്ടെ. ഈ കല്യാണ തിരക്കും ഒക്കെ പാടായിട്ടേ എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. എന്തായാലേ എൻ്റെ പുന്നാര നാത്തൂനെ ഞാൻ നല്ലോന്ന് പരിചയപ്പെടട്ടെ. ഇഷ്ടപ്പെട്ട് കൊടുന്ന ചരക്ക് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ അപ്പം എനിക്ക് തൊള്ള പൂട്ടാനായിട്ടേ എൻ്റെ ആങ്ങളെയും എൻ്റെ എപ്പിയും ഈച്ചൊക്കെ പടം കണ്ട് കൊമ്പും കൊള്ളിയെടുത്തും കണ്ട് വരൂലേ. പോയി കാണ് എൻ്റെ പുന്നാര നാത്തൂന്. ഇഷ്ടപ്പെട്ട കൊടുന്ന ചരക്കാണല്ല. കാണിച്ചറ ഞാൻ എൻ്റെ മൂത്ത കുട്ടി കണ്ട് വരുന്നുണ്ടല്ലോ. ഒരാങ്ങളുടെ കല്യാണം നല്ലപോലെ കൂടാൻ സമ്മതിക്കാതോന്. ഇമ്മ അതൊക്കെ വീട്ടിൽ ഇമ്മ, നിങ്ങൾ ഇപ്പോഴും അതും ഇങ്ങനെ ആലോചിച്ച് നിന്നോളെ. അഫ്സലിക്ക് അതൊക്കെ ഇഷ്ടമാണോ? അഫ്സലിക്ക് ആദിത്യയാണ് ഒരുമിച്ച് ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ എന്തായാലും ഇത്താനൊന്ന് പോയി കാണട്ടെ. ഇതിപ്പോ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇത്രയും നേരത്തെ പണിയൊക്കെ കഴിഞ്ഞാണ്ട് ഈ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ആരെന്നോട് മിണ്ടണ പോലും ഇല്ല. അപ്പോൾ മനസ്സിലായി ഇമ്മാക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല എന്നുള്ളത്. അതാണ് ഉമ്മാക്ക് എന്നെ കാണുമ്പോൾ ഒരു ദേഷ്യം. ശരിയാവേക്കാരം, തുടക്കല്ലേ, ശരിയാക്കി എടുക്കണം. പക്ഷെ ഈ ഇക്കത അവിടെ പോയി കിടക്കുകയാണ്. ഇക്കും പുറത്ത് പോയിട്ട് കാണാനില്ല വരുന്നത്. ഓ, മനുഷ്യന് ബോറടിച്ചിട്ട് വയ്യ. ഒരു നാത്തും കുട്ടി ഉണ്ടായിരുന്നു. അതാണെങ്കിൽ വന്നേ മുതൽക്ക് ഇങ്ങോട്ടൊന്നും മുണ്ടിയിട്ടില്ല. ഞാൻ അതെന്ത് ചെയ്തിട്ടാണ് എല്ലാവരും കൂടി എന്നേ പറഞ്ഞതാണ് ഈ കല്യാണം ഒന്നും വേണ്ട എന്നുള്ളത്. ഹലോ നാത്തൂനെ, ഇതെന്താ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കണത്? ഒന്നുമില്ല, വാ ഇരിക്ക്. ഞാൻ എന്തിനാ നിങ്ങളെ വിളിക്കല്? ഇത്താന്ന് വിളിക്കണോ അത് ആദ്യന്ന് വിളിക്കണോ? ആദ്യന്ന് വിളിച്ചാ പോരെ? ഇത്താന്ന് വിളിക്കണ്ടല്ലോ. അതിന് മാത്രം പ്രായമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. അനക്ക് എന്താണോ തോന്നുന്നത് അതിന്നെ വിളിച്ചോ. ഇപ്പേ ഡിഗ്രി 2nd ഇയർ ആണോ 1st ഇയർ ആണോ?
എൻ്റെ ഇക്ക പറഞ്ഞു ഈ ഡിഗ്രിക്ക പഠിക്കണമെന്ന്. സെക്കൻഡ് ഇയർ ആണോ ഫസ്റ്റ് ഇയർ ആണോ അതൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ സെക്കൻഡ് ഇയർ. ആദ്യൻ്റെ അനിയത്തിയേ ലാസ്റ്റ് ഇയർ ആണല്ലേ. എന്നോടേ അഫ്സലൊക്കെ പറഞ്ഞീന്ന്. ഈ ഇന്നലെ മൊത്തം ഭയങ്കര ഗൗരവമായിരുന്നല്ല. ഇന്നിപ്പോ എന്ത് പറ്റി എന്നോട് വന്ന് മിണ്ടാന്? ഗൗരവമൊന്നല്ല, ചെറിയൊരു പിണക്കം. ഇക്കാന്റെ കല്യാണേ വലിയ കല്യാണാക്കി കഴിക്കാന്നായിരുന്നു എൻ്റെ ഒക്കെ ആഗ്രഹം. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നാലും അറിയാം. മഞ്ഞ കല്യാണം, ബ്രൈഡൽ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യകാരനെ അതൊക്കെ വേണ്ട വെച്ചില്ലേ. അതിൻ്റെതായ ഒരു ചെറിയൊരു പിണക്കം. ഡ്രസ്സ് വരെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളും കൂടി സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. ഒരു നിമിഷം കൊണ്ട് എല്ലാം പോയില്ലേ. അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു പിണക്കം. അല്ലാതെ ഇക്ക അതിനോടെ ദേഷ്യമൊന്നുമില്ല. അത് ഞാന് അത് വിടി, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതെ സങ്കടമൊന്നും തോന്നരുത് കേട്ടോ. ഇവിടെ ഉമ്മാക്കേ ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. ഇവിടെ നിങ്ങളെ പേര് പറഞ്ഞാണ്ടേ ഇക്കിമ്മയെ എന്നും പ്രശ്നമായിരുന്നു. പക്ഷേ എൻ്റെ ഉപ്പാക്കേ നിങ്ങളെ ഭയങ്കര ഇഷ്ടാട്ടോ, നല്ല ഇഷ്ടമാണ് നിങ്ങളെ. ആദ്യത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കല്യാണം ഉറപ്പിച്ചിട്ട് ഇക്കാൻ്റെ ഫോണൊക്കെ വിളിക്കൂലേ, അപ്പൊ ഉപ്പാനോടൊക്കെ സംസാരിക്കൂലേ. ഫോണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങളെ നല്ലത് പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അതിലെനിക്ക് ചെറിയൊരു കുശുമ്പുണ്ട് കേട്ടാ എൻ്റെ ഉപ്പാനെ കയ്യിലാക്കിയതിന്. പക്ഷെ ഇമ്മാക്കാണ് തീരെ അമ്പിനും വില്ലിനും എടുക്കണില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നറിയില്ല. ചെറിയ ചെറിയ കുശുമ്പും ഇതൊക്കെ എൻ്റെ ഉമ്മാക്കുണ്ട് കേട്ടോ. അതൊന്നും കാര്യമാക്കണ്ട. ഇമ്മി ഇക്കും കൂടി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞെന്ന് പറയരുത് കേട്ടോ, തെറ്റായിരുന്നു. കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നെയാണ് മിണ്ടിയത്. ഈ കല്യാണത്തിൻ്റെ പേരും പറഞ്ഞാണ്ടേ ഇക്കാനോട് ഉമ്മ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇക്ക പിന്നെ ഉമ്മാനോട് മിണ്ടിയുണ്ടായിരുന്നില്ല. ഇനിയുണ്ടല്ലോ ആദ്യം ഈ കാര്യം ഇക്കാനോട് ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇക്കനോട് ദേഷ്യപ്പെടുള്ളൂ. എനിക്ക് പേടിയാണ്. കാര്യം എന്ത് വന്നാലേ അഫ്സൽക്കാക്കേ കുറച്ച് ചൂട് കൂടുതലാണ്. ആ കാര്യത്തിൽ എനിക്ക് പേടിയാട്ടോ. പിന്നെ ഇമ്മാൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറും. അതൊരു പാവാണ്. ആ പുറത്തേക്കുള്ള ചാടിക്കളി തന്നെ ഉള്ളൂ. അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ ആദ്യം മനസ്സിലാവും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ റീന, അനക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ ഇക്കന്നെ കല്യാണം കഴിക്കണേന്? അത് പിന്നെ ഇത്രയും പറഞ്ഞില്ല റീനോ. എന്താണെങ്കിലും പറഞ്ഞോ, ഇക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ പ്രശ്നമാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഈ കാര്യം പറയും. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തുറന്ന് പറഞ്ഞോ. സത്യം പറയുകയാണെങ്കിലുണ്ടല്ലോ ആദ്യം ഈ തുടക്കത്തിലേ കല്യാണം ആലോചിച്ച് വന്ന ആ തുടക്കത്തിലുണ്ടല്ലോ ഇക്കും ഇഷ്ടമുണ്ടായിട്ടില്ല. ഒന്നാമത് സെക്കൻഡ് മാരേജ് ആന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് ഞാൻ ഇഷ്ടക്കേട് കാട്ടിയിട്ട് എന്താ കാര്യം. എൻ്റെ അഫ്സലിക്കാക്ക് ആദ്യനെ ഭയങ്കര ഇഷ്ടമായിക്കണ്. ഈ അഫ്സലിക്കും കൂടിയാണ് ജീവിക്കുന്നത്. പിന്നെ ഞാൻ ഇഷ്ടപ്പെടാതിരുന്നിട്ടേ എന്ത് കാര്യാന്നുള്ളത്. ഇക്കിപ്പം അതിനെ ഇഷ്ടക്കേടൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടമാണ് അതിനെ. നിങ്ങളെ വലിയത്താക്കും ഈ കല്യാണത്തിന് ഇഷ്ടമില്ല തോന്നണല്ലേ. അതുകൊണ്ടായിരിക്കൂലേ കല്യാണത്തിന് വരാഞ്ഞത്. അവളെ കാര്യമൊന്നും പറയാതിരിക്കണം ആദ്യം. എൻ്റെ ഏട്ടത്തിയൊക്കെ തന്നെയാണ് ചോടത്തുണ്ടി. അഹങ്കാരം ഉണ്ടല്ലോ, തലക്ക് പിടിച്ച് നടക്കുകയാണ് അവള്. എത്ര പ്രാവശ്യം എൻ്റെ അഫ്സലിക്ക് അവളെ വിളിച്ചെന്നറിയാം. എന്നിട്ട് അവള് പറയാണ് അവളെ സ്റ്റാറ്റസിന് ചേർന്ന ആളല്ലല്ലോ ആദ്യത്തെ, അതാണ് കല്യാണത്തിന് വരാഞ്ഞെന്ന്. 2-3 പ്രാവശ്യമൊക്കെ ഇപ്പം വിളിച്ച് അഫ്സലിക്ക് വിളിച്ച്, പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ പോയി പണിയൊക്കെ ഇട്ടെന്ന് വിചാരിച്ച്. അവൾക്ക് താല്പര്യമില്ല. എന്താ, അഫ്സലിക്കാൻ്റെ കൂടെ അല്ലേ ആദ്യത്തെ ജീവിക്കണത്. എല്ലാം ഇപ്പൊ സ്റ്റാറ്റസ് നോക്കിയിട്ടാണല്ലോ ജീവിതം. എനിക്ക് സത്യം പറഞ്ഞാലേ ഭയങ്കര ജാടയാണ്. എൻ്റെ ഏട്ടത്തിയാണ്. കുറച്ചേ പണമുള്ളടത്ത് കെട്ടിച്ച അഹങ്കാരാണ് അവൾക്ക്. ഷടാ, ഞാനിങ്ങനെ പറഞ്ഞതിനാണാ മുഖം ഇങ്ങനെ വെച്ചിരിക്കണത്. നിങ്ങൾ സങ്കടപ്പെടേണ്ട ആദ്യം. അവൾക്കുണ്ടല്ലോ പണം ഉണ്ട് എന്നുള്ള അഹങ്കാരാണ്. പണം വരും പോവും. പടച്ചവനക്കൊരു നിമിഷം മതി എല്ലാം ഇല്ലാതാക്കാൻ. അതൊന്നും വിഷയമാക്കണ്ട. അവളൊന്നും ഇങ്ങോട്ട് വരും. കല്യാണത്തിന് വരാത്ത അവളാണ് കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പൊ അവൾക്ക് അഹങ്കാരം തന്നെയല്ലേ. ഞാൻ അതിൻ്റെ നേരെ കുതിര കയറാനാണ്. പക്ഷെ അഫ്സലിക്ക് സമ്മതിക്കൂല കേട്ടോ ആദ്യൻ്റെ നേരെ കുതിര കയറാൻ. ഞാനേ ഒരു സേഫ്റ്റിക്കാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇനി ഞാനാണ് ഈ വക കാര്യങ്ങളൊക്കെ ആദ്യനോട് പറഞ്ഞു നിൽക്കണെന്നുള്ളത് ഒരിക്കൽ പോലെ ഇമ്മി എൻ്റെ ജാടത്തേണ്ടി ഇത്തി അറിയാൻ പാടില്ല കേട്ടോ. ഇക്കണ്ടല്ലോ ആദ്യം കുറച്ച് നോട്ട് ഫുള്ളാക്കണ്ട്, അത് എഴുതി ഫുള്ളാക്കട്ടെ ഞാൻ പോയിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ കോളേജിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അഫ്സലിക്കാനോട് പറയരുത് കേട്ടോ. ഞാനാണ് ഇതൊക്കെ പറഞ്ഞെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫ്സലിക്ക് എൻ്റെ കഴുത്തിറക്കും. ഇല്ല
താങ്ക് യു. അപ്പേ നാത്തൂനും കൂടി ഇന്ന് മുതൽ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ. എന്തിനും ഏതിനും ഈ റീനു ഉണ്ടാവും കേട്ടോ എൻ്റെ ആദ്യത്താൻ്റെ കൂടെ. അപ്പേ ഞാൻ എഴുതി ഫുള്ളാക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, എൻ്റെ റൂമിക്ക് വായം കൊണ്ട് കേട്ടാ.